ഇപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വൺസ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. സോ വൺസ് നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് അവരിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നു, സെലക്റ്റഡ് ആവുമ്പോൾ അവർ പിന്നെ ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓഫർ ലെറ്റർ അയച്ചു തരും. അപ്പോൾ ആ ഓഫർ ലെറ്ററിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ്, നമുക്ക് എത്ര സാലറി, എത്ര പെയ്ഡ് ലീവ് കാര്യങ്ങൾ, ആനുവൽ ലീവിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കെയർഫുള്ളി അത് വായിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞ പോലെ തന്നെ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്തിട്ട് അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു കൊടുക്കണം. ഇതാണ് ഒരു ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആയി കഴിഞ്ഞാലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ അവർ സൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതാണ് ഡോക്യുമെന്റ്സ് എല്ലാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അയച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അത് രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കണം, ഇന്ത്യൻ എംബസിയും മൊഫ അറ്റസ്റ്റേഷനും എന്തായാലും കഴിഞ്ഞിരിക്കണം, എന്നാലേ അവർക്ക് വിസ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എംബസിയും മൊഫ ഇവിടുത്തെ മൊഫയും ചെയ്തിരിക്കണം. അപ്പോൾ ആ എംബസി അറ്റസ്റ്റേഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വൺസ് നമ്മളിത് ഈ ഒരു രണ്ട് മൊഫ അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ്, പിന്നെ ചിലയിടത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ചിലയിടത്ത് നല്ല ഓൾമോസ്റ്റ് എല്ലാവരും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എസ്പെഷ്യലി ഹോസ്പിറ്റലിലൊക്കെ കിട്ടുവാണെങ്കിൽ അവരത് ചോദിക്കാറുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രീവിയസിൽ അയച്ചു കൊടുക്കാനായിട്ട് അതിൻ്റെ കോപ്പി. അത് പിന്നെ നമ്മുടെ എന്ത് ചെയ്യുക, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഡാറ്റ ഫ്ലോ റിപ്പോർട്ട്, നമ്മുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുമല്ലോ, ആ ഒരു റിപ്പോർട്ട്. പിന്നെ നമ്മുടെ എന്ത് ചെയ്യും, പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, പിന്നെ നമ്മുടെ എലിജിബിലിറ്റി. ഇത്രയും മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. എന്തിന്, നമ്മുടെ വിസ പ്രോസസ്സിങ്ങിനും ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ വൺസ് നമ്മളിതെല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം ചിലവർ ഡിപ്പെൻഡ് ഓൺ അവരുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. ചിലവർ പെട്ടെന്ന് തന്നെ ലൈസൻസ് ആദ്യം, ഇപ്പോൾ ഗവൺമെന്റിലൊക്കെ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് അവർ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തരും. അതിനുശേഷം നമ്മുടെ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവരൊരു ഫോം അയച്ചു തരും. നമ്മളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താക്കുന്നുണ്ട്, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. വൺസ് വിസ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വിസ അപ്രൂവൽ ആയിട്ട് വരുന്നു. പിന്നെ നമുക്ക് ഇത്ര ഗ്രേസ് പീരീഡ്, അതായത് ഇ വിസ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഇ വിസ എടുത്തു കഴിഞ്ഞാൽ അത് 3 മന്ത് വാലിഡിറ്റി ആണ് ഉള്ളത്. ആ 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കലും എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടിയിട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു, നമുക്ക് അവിടുന്ന് അപ്പോയിൻമെന്റ് ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റൽ, ക്ലിനിക് ഓർ എവിടെയാണോ ഉള്ളത് ഇനി അവർ നമുക്ക് എടുത്തു തരും. നമ്മളിപ്പോൾ ഏത് സെന്റർ ആണെന്നുള്ളത് അവരായിരിക്കും ചിലപ്പോൾ എടുത്തു തരുന്നത്. അപ്പോൾ ആ സെന്ററിൽ നമ്മൾ പറഞ്ഞ സമയത്ത് അപ്പോയിൻമെന്റ് എടുത്ത സമയത്ത് പോയിട്ട് നമ്മുടെ എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളുമായിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എമിറേറ്റ്സ് ഐഡി ചെയ്യുന്നു. അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്റേ കാര്യങ്ങളെല്ലാം ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ളതെല്ലാം എടുത്തിട്ട് എന്താക്കുന്നു, അതിന് നമ്മൾ പാസ്പോർട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടുന്ന് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫോം ഉണ്ടാവും. ആ ഫോം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുക. ഇത്രയാണ് മെഡിക്കലിന് പോകുമ്പോൾ. മെഡിക്കൽ കഴിയുമ്പോൾ പിന്നെ എമിറേറ്റ്സ് ഐഡിക്ക് വിളിക്കുന്നു. എമിറേറ്റ്സ് ഐഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസയുടെ കാര്യത്തിൽ ഏകദേശം ഇതായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, വിസ സ്റ്റാമ്പിങ് അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. പിന്നെ എമിറേറ്റ്സ് ഐഡി ഏത് അഡ്രസ് ആണോ കൊടുത്തേക്ക് അതിലേക്ക് അയച്ചു തരും. അപ്പൊ ഇത്രയാണ് വിസ പ്രോസസ്സിങ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിസ കിട്ടിയാൽ തന്നെ വൺസ് നമുക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഈ വിസയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈമിങ്ങിനും ഇത് എമിറേറ്റ്സ് ആയിട്ട് ഫിറ്റ്നസ് ടൈമും സ്ലോട്ടൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് വിത്തിൻ 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് എവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MHRA ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ICPക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ എമിറേറ്റ്സ് ഐഡി കാര്യങ്ങൾ വന്നു, അതുപോലെ വിസയുടെ കാര്യം നോക്കണമെങ്കിൽ ICPക്കിലേക്ക് നോക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വിസ അടിച്ചതും അത് നമ്മുടെ എമിറേറ്റ്സ് ഐഡി ഒക്കെ നമുക്ക് ICPയിൽ കാണാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് അതിനകത്ത് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിസയുടെ കാര്യത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ ലൈസൻസ് അവരുടെ അണ്ടറിൽ എലിജിബിലിറ്റി എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ടു ലൈസൻസിലേക്ക് ആക്കി അവരുടെ അണ്ടറിൽ ലൈസൻസ് ആകുന്നു, നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആസ് പെർ ഇതിലനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 48 അവേഴ്സ് വീക്കിലേ ഉള്ളൂ. അപ്പോൾ മോർ ദാൻ 48 അവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് സാലറി അലവൻസ് തരണം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓഫ് കാര്യങ്ങൾ തരണം. ഇപ്പോൾ പലയിടത്തും പല പ്രൈവറ്റിലും നമുക്ക് അങ്ങനെയൊന്നും കിട്ടാറില്ല. വീക്കിലി വൺസ് ഓഫ്, എസ്പെഷ്യലി ക്ലിനിക്സ്, ഹോം കെയറിലൊക്കെ വീക്കിലി വൺസ് ഓഫ് കിട്ടാറുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി ഇല്ലീഗലാണ് അങ്ങനെ പണിയെടുപ്പിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ആരും അത് നോട്ടീസ് ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതുവരെ ആർക്കും അങ്ങനെ നോട്ടീസ് ചെയ്യാണ് എനിക്ക് മോർ ദാൻ 48 അവേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ആരും അങ്ങനെ ചെയ്യില്ല. ഓൾറെഡി ഈ സമയത്ത് ഇന്റർവ്യൂവിന്റെ സമയത്ത് അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക 48 hours എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുക. പക്ഷെ നമ്മളെ മോർ ദാൻ 48 hours പലയിടത്തും ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൺസ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്യൂട്ടി കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു, ഡ്യൂട്ടി എടുക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിഗ്നേഷൻ വെക്കാം. ആസ് പെർ ദ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ റെസിഗ്നേഷൻ പീരീഡ് എത്രയാണ് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റിസൈൻ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പ്രൊബേഷണൽ പീരീഡോ ആ പീരീഡോ ഈ പീരീഡോ ഒന്നും അങ്ങനെ ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിസൈൻ വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടി എന്ത് ചെയ്യാൻ പറ്റും, അപ്പോഴും നിങ്ങൾക്ക് റിസൈൻ ചെയ്യേണ്ടി വെക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കോൺട്രാക്ട് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. മേ ബി ചില കോൺട്രാക്റ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വിത്തിൻ 2 ഇയറിന്റെ ഉള്ളിൽ ഇതിൽ എംപ്ലോയീസ് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ കമ്പനിക്ക് കോസ്റ്റും കാര്യങ്ങളും പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് ചെയ്യണം. അല്ലാത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ കോൺട്രാക്ട്, അതായത് ലേബർ കോൺട്രാക്ട് അല്ലാത്ത ലേബർ കാർഡ് ഉണ്ട് നമുക്ക്, അല്ലാണ്ട് ലേബർ കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ വൺസ് നമ്മൾ യൂസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ലേബർ കോൺട്രാക്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും എങ്ങനെയാണ്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ സൈൻ ചെയ്യുന്നതിന് മുന്നേ മൊത്തത്തിൽ വായിച്ചു നോക്കി സൈൻ ചെയ്യുക. വൺസ് സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇറങ്ങുക, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച 1 മാസം കഴിഞ്ഞൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പേയ്മെന്റ് അടയ്ക്കണം, വിസ കോസ്റ്റ് അടയ്ക്കണം, ലൈസൻസിന്റെ കോസ്റ്റ് എല്ലാം തന്നെ എംപ്ലോയീസ് എടുക്കണം എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റിസൈൻ ചെയ്താലും അവർക്ക് ആ പറഞ്ഞ പോലത്തുള്ളത് കൊടുക്കണം. നമുക്ക് കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അവര് നമുക്കിപ്പോൾ പറഞ്ഞിട്ടില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ അങ്ങനത്തെ കോൺട്രാക്റ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അവർ നമുക്ക് വിസയും കാര്യങ്ങളും ലൈസൻസ് ക്യാൻസൽ തരാനായിട്ട് അവർ എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് ലേബറിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അങ്ങനെ തുടർന്നുകൊണ്ട് പോവാം. അപ്പോൾ വൺസ് നമ്മൾ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത്. പിന്നെ ഗവൺമെന്റ് ജോലിയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ ഒരു റീലായിട്ട് ഇടാട്ടോ, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം, എങ്ങനെയാണ് പോലീസ് ക്ലിയറൻസ് ഇതിന് വേണ്ടിയിട്ട് ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് എല്ലാം പക്ക ആയിരിക്കണം. മൊഫ അറ്റസ്റ്റേഷൻ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. കുറേ പേര് ഇത് വിട്ടു പോകാറുണ്ടാവും. ഇന്ത്യൻ എംബസി ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ മൊഫയും ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എന്നാലേ നമുക്കിവിടെ വിസ കാര്യങ്ങൾ ലേബർ കാർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് ഫ്രം ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.